മതിയായി, ഞാനിത് ഇവിടെ വെച്ച് നിർത്താം, ഇനി എന്നെ കൊണ്ടത് പറ്റത്തില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്ക് പലതവണ തോന്നിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ഞാൻ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കും, ഞാൻ എവിടം വരെ എത്തി നിൽക്കുന്നു, എവിടെ നിന്നാണ് തുടങ്ങിയത്, എത്ര ദൂരം ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്, പിന്നെ എന്തിനാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത് എന്ന്. ഇത്ര കാര്യങ്ങളൊക്കെ ആലോചിച്ച് കഴിയുമ്പോൾ ഞാൻ സെൽഫായിട്ടൊന്ന് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. So if you're watching me, take this as a sign to try again. ഞാൻ ഒരുപാട് ലോങ് ടേം ഗോൾസ് ഉള്ള ഒരാളാണ്. പക്ഷേ ഈ ലോങ് ടേം ഗോൾസിനെ പറ്റി ആലോചിക്കുമ്പോഴത്തേന് എനിക്ക് ഭയങ്കര സ്ട്രെസ്സാവും, ആങ്സൈറ്റി ആവും. അപ്പോഴാണ് ഞാൻ പൊതുവേ സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ലോങ് ടേം ഗോൾസിനെ എല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്ത് ഷോർട്ട് ടേം ഗോൾസ് ആക്കും. 1 വർഷത്തിനുള്ളിൽ ഞാൻ എന്ത് അച്ചീവ് ചെയ്യും, 6 മാസത്തിനുള്ളിൽ എന്ത് അച്ചീവ് ചെയ്യും, അങ്ങനെയൊക്കെ ഇരുന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യും. പിന്നെ ഇതൊക്കെ റിയലിസ്റ്റിക് ആണോ, എനിക്ക് ഈ ടൈം ഫ്രെയിമിനുള്ളിൽ ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് എഴുതിയിടും. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ആങ്സൈറ്റിയും സ്ട്രെസ്സും ഒക്കെ കുറയുകയും ചെയ്യും. എൻ്റെ ഈ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഒന്ന് ഫോക്കസ്ഡ് ആയിട്ടിരിക്കാൻ പറ്റും. പക്ഷേ ചില സമയത്ത് ഈ ഷോർട്ട് ടേം ഗോൾസ് ആണെങ്കിൽ, ഇപ്പോൾ 6 മന്ത്സ് ആണ് 3 മന്ത്സ് ആണെന്ന് പറഞ്ഞാൽ പോലും ചില ഫെയിലിയേഴ്സ് വരുമ്പോൾ അല്ലെങ്കിൽ ചില സെറ്റ് ബാക്സ് വരുമ്പോഴത്തേന് ഒന്ന് ഡൗൺ ആവും. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിനെ വീണ്ടും ബ്രേക്ക് ഡൗൺ ചെയ്യും. എന്നിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ എന്തൊക്കെ അച്ചീവ് ചെയ്യും, അല്ലെങ്കിൽ അടുത്തൊരു 2 ദിവസത്തിനുള്ളിൽ ഞാൻ എത്ര കാര്യങ്ങൾ അച്ചീവ് ചെയ്യും, അങ്ങനെ ഇതിനെ ചെറിയ ചെറിയ സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ആക്കി മാറ്റും. എന്നിട്ട് ഇതിനെ എഴുതിയിട്ട് ഇത് ഫോളോ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു സാറ്റിസ്ഫാക്ഷനും ചെറിയ ചെറിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്തു എന്നുള്ളൊരു തോട്ടും എൻ്റെ മനസ്സിലോട്ട് വരും. അങ്ങനെയാണ് ഒരു രീതിയിൽ ഞാൻ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രോസസ്സിൽ എനിക്കുണ്ടാകുന്ന ചെറിയ ചെറിയ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ ഞാനൊന്ന് എഴുതിയിടും. എന്തിനാ അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ചില ഫെയിലിയേഴ്സ് വരുമ്പോൾ ഞാൻ തിരിച്ച് ഈ ബുക്ക് അല്ലെങ്കിൽ ഈ നോട്ട്സ് ഒക്കെ എടുത്തൊന്ന് നോക്കുമ്പോൾ എനിക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്യാനായിട്ടും എന്തിനാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതെന്നും ഈ പ്രോസസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ ഒന്ന് സെൽഫ് മോട്ടിവേറ്റഡ് ആവും. അതിനു വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം ഒന്ന് എഴുതിയിടുന്നത്. അടുത്തതായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു റുട്ടീൻ സെറ്റ് ചെയ്യും. 1 മാസത്തേക്ക് ഫോളോ ചെയ്യാനുള്ളൊരു റുട്ടീനൊന്നുമല്ല, അടുത്ത ദിവസത്തേക്കുള്ളൊരു റുട്ടീൻ. അതായത് നാളത്തേക്കുള്ളൊരു കാര്യം ഇന്ന് രാത്രി ഞാൻ എഴുതി വയ്ക്കും. അങ്ങനെ എഴുതി വയ്ക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അടുത്ത ദിവസം എപ്പോൾ എഴുന്നേക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഏതൊക്കെ സമയത്ത് ചെയ്യണം എന്നുള്ളൊരു കാര്യത്തിന് ഒരു ഐഡിയ ആവും. മാത്രമല്ല ഓരോ കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ ഇങ്ങനെ ടിക്ക് ചെയ്ത് പോകാനും പറ്റും. അങ്ങനെ ഈ ചെറിയ ചെറിയ ടിക്ക് ചെയ്ത് പോകുന്ന കാര്യങ്ങളൊക്കെ അടുത്ത ദിവസം വീണ്ടും വർക്ക് ചെയ്യാനുള്ളൊരു മോട്ടിവേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ആദ്യം വർക്ക് ചെയ്ത് തുടങ്ങിയ സമയത്ത് എനിക്ക് ഒരുപാട് റിജക്ഷൻസും ഫെയിലിയേഴ്സും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ ഞാൻ ആകെ ഡൗൺ ആയിരിക്കും, മെൻ്റലി ഒട്ടും ഹാപ്പി ആയിരിക്കത്തില്ല, കുറേ ദിവസം വർക്ക് ചെയ്യാതിരിക്കും. അപ്പോഴത്തേന് നമ്മൾ ആ റുട്ടീൻ ഫോളോ ചെയ്ത് വന്നതിൽ നിന്ന് മാറി ഓഫ് ട്രാക്ക് പോകും. പിന്നെ ഒന്ന് റുട്ടീനിലോട്ട് വരാൻ ഒരുപാട് ടൈം എടുക്കുമായിരുന്നു. അപ്പോൾ പതുക്കെ ഞാൻ എൻ്റെ തോട്ട്സിനെ ഒന്ന് മാറ്റി, ഈ നെഗറ്റീവ് തോട്ട്സിന് പകരം ഇതിനൊന്ന് പോസിറ്റീവായിട്ട് ചിന്തിച്ചു തുടങ്ങി. എന്തായിരുന്നു എൻ്റെ പ്രശ്നം, എങ്ങനെയാണ് എനിക്കൊന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റുക, എങ്ങനെയൊന്ന് ബെറ്റർ ആകാൻ പറ്റുക എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. അതിനുശേഷം വരുന്ന ഫെയിലിയേഴ്സിനെ എല്ലാം എനിക്ക് കുറച്ച് ദിവസം സങ്കടം ഉണ്ടാവും, പക്ഷെ പിന്നെ ബാക്ക് ടു ട്രാക്ക് വരാൻ പറ്റി. അങ്ങനെ എൻ്റെ മൈൻഡ് സെറ്റ് മാറിയപ്പോൾ തന്നെ ഈ ഒരുപാട് ദിവസം പ്രൊഡക്ടിവിറ്റി ഇല്ലാതിരിക്കുന്നതിന് പകരം ഒരു ഷോർട്ട് സ്പാൻ ആയിട്ട് മാറി. വിഷമം വരും, അതിനെപ്പറ്റി ആലോചിക്കും, പക്ഷെ വീണ്ടും ബാക്ക് ടു ട്രാക്ക് വരും, മോട്ടിവേറ്റഡ് ആയിട്ട് തന്നെ ഇരിക്കും. അടുത്തായിട്ട് ഞാൻ ചെയ്തൊരു കാര്യമാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം. ഞാൻ എൻ്റെ സാഹചര്യങ്ങളെ, എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. ഈ നെഗറ്റീവ് കമൻസ് പറയുന്നവർ, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു വിലയും കൽപ്പിക്കാത്തവർ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തെ കളിയാക്കുന്നവർ, നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നവർ, ഇത്തരം ആൾക്കാർ ആരാണെന്ന് ഒബ്സർവ് ചെയ്ത് പതുക്കെ അവിടെ നിന്ന് മാറാൻ തുടങ്ങി. പകരം പോസിറ്റീവ് ഇമോഷൻസുമായിട്ട് ഫില്ല് ചെയ്യുന്ന ആൾക്കാരായിട്ടൊന്ന് ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങി. അവർ സെൽഫായിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ, വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ, അത്തരം ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് തന്നെ എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് തോന്നി. എല്ലാ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ പോകണം എന്നൊരു നിർബന്ധവുമില്ല. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിലുണ്ടാവും. അത്തരം മാറ്റങ്ങളെ പോസിറ്റീവായിട്ടും ഫ്ലെക്സിബിളായിട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. മാത്രമല്ല ഒരു തവണ കൂടി വേറൊരു രീതിയിൽ ട്രൈ ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റും ഉണ്ടാവണം. മോർ ദാൻ ഓൾ ഓഫ് ദാറ്റ്,
എൻഡ് ഗോളിനെക്കാട്ടിലും ആ പ്രോസസ്സ് നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റണം. സോ സ്റ്റേ മോട്ടിവേറ്റഡ്.